വെൽക്കം ബാക്ക്. പോലീസിനെ തുടരുന്നു. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖലിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. റേഷൻ അഴിമതി കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംഘവും പശ്ചിമ ബംഗാൾ DGPയും സന്ദേശ് ഖാലിയിൽ തുടരുകയാണ്. റേഷൻ അഴിമതി കേസിൽ PMLA പ്രത്യേക കോടതിയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഷാജഹാന് ജാമ്യം ലഭിച്ചാൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന EDയുടെ വാദം അംഗീകരിച്ചാണ് നടപടി. സംരക്ഷണം ലഭിച്ചാൽ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ഷാജഹാൻ കോടതിയെ അറിയിച്ചു. പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിയുടെ പങ്ക് ചൂണ്ടിക്കാട്ടുന്ന തെളിവുകളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമുയർത്തി സ്ത്രീകളടക്കമുള്ള നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. പശ്ചിമബംഗാൾ DGP രാജീവ് കുമാർ, ADGP സുപ്രദീം കുമാർ എന്നിവർ സന്ദേശ് ഖാലിയിലെത്തി. നിയമം കയ്യിലെടുക്കരുതെന്നും പരാതികളുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കണമെന്നും DGP. പീഡനത്തിനിരയായ സ്ത്രീകളിൽ നിന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രത്യേക സംഘം ഇന്നും മൊഴിയെടുക്കും. സന്ദേശ് ഖാലിയിലെ 2 ഗ്രാമപഞ്ചായത്തുകൾക്ക് കീഴിലുള്ള പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 24 ഡൽഹി.